കഥാപ്രസംഗ കലയിൽ 75-ാം വയസ്സിലും ചുറുചുറുക്കോടെ വേദികൾ കൈയടക്കുകയാണ് ആലപ്പുഴയുടെ സ്വന്തം ആലപ്പി രമണൻ. ആലപ്പുഴ 10 സ്റ്റാർ ന്യൂസിന് വേണ്ടി TC രാധാമോഹൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. രാമായണം തുടങ്ങുന്ന തന്നെ അന്നും അയോധ്യ തീരാ ദുഃഖത്തിലായിരുന്നു. കാരണം രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവിന് മക്കളില്ല, അനപത്യ ദുഃഖം. പിന്നെ പുത്രകാമേഷ്ടിയാഗത്തിലൂടെയാണ് പുത്ര സൗഭാഗ്യം നേടുന്നത് ദശരഥൻ. കുട്ടിയെ കിട്ടി. എത്ര കുട്ടികളാണ് കിട്ടിയത്? 1 അല്ല 2 അല്ല 3 അല്ല 4 മക്കൾ, 4 സുന്ദരക്കുട്ടന്മാർ. വളർന്നുമെല്ലെ ബാലന്മാർ വിളങ്ങി രാജമന്ദിരം. കഥാപ്രസംഗ കലയുടെ അതികായൻ ആലപ്പി രമണൻ തൻ്റെ 75-ാം വയസ്സിലും സഹൃദയരുടെ കയ്യടി നേടുകയാണ്. ഇക്കാലത്ത് കലാവേദികളിൽ കലാകാരന്മാരുടെ പ്രകടനം മികവുറ്റതാക്കുന്നതിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും വാദ്യോപകരണങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണ്. ആവക സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ എന്നാൽ കഥാപ്രസംഗം എന്ന കലയുടെ മേന്മ അല്പം പോലും ചോർന്നു പോകാതെ ഇന്നും സദസ്യരെ ആനന്ദത്താൽ ആറാടിക്കുന്ന കലാകാരനാണ് ആലപ്പുഴയുടെ സ്വന്തം ആലപ്പി രമണൻ. ഒരു വാക്കിനോ മനയ്ക്കെന്തു നാണം, ഇനി വേറൊരു ഉത്സവം എന്തു വേണം. നാണിച്ച് നാണിച്ച് മൗലി കുനിച്ച്, നാണിച്ച് മൗലി കുനിച്ച്, തൈത്തന്നലൊന്നെങ്ങാം തൊട്ടാൽ കുണുങ്ങുന്ന മുറ്റത്തെ മുല്ലയെപ്പോലെ, മുറ്റത്തെ മുല്ലയെപ്പോലെ നാടം കുണുങ്ങി അവളൊരു. ആലപ്പുഴ ഗുരുപുരത്തെ പത്മവിലാസം എന്ന കൊച്ചു വീട്ടിൽ ഭാര്യയും മകളും കൊച്ചുമക്കളുമായി കഴിയുന്ന ആലപ്പി രമണൻ 1969 തൻ്റെ ആദ്യ കഥയായ ബുദ്ധചരിതം മുതൽ SK പൊറ്റക്കാടിൻ്റെ പ്രേമശില്പി, വയലാറിൻ്റെ ഐഷ, MK സാനുവിൻ്റെ നാരായണ ഗുരുസ്വാമി, ചങ്ങമ്പുഴയുടെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം, യശ്പാലിൻ്റെ ഹിന്ദി പരിഭാഷയായ രാജ്യദ്രോഹി എന്നിങ്ങനെ ധാരാളം കഥകൾ നമുക്ക് കഥാപ്രസംഗ രൂപത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിലും രമണനെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷം പകരുന്നത് മലയാളികൾ 1 മാസം കൊണ്ട് വായിച്ചു പൂർത്തിയാക്കുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കഥാപ്രസംഗ രൂപത്തിൽ 1-1.5 മണിക്കൂർ കൊണ്ട് ലളിതവും ഹൃദ്യവുമായ രീതിയിൽ ആസ്വാദകരിൽ എത്തിക്കുക എന്നതാണ്. അതിന് പ്രചോദനമായതാകട്ടെ വയലാറിൻ്റെ കവിതകളിലെ പദപ്രയോഗങ്ങൾ വേഗത്തിൽ ആർജിക്കുവാൻ വയലാറിനായത് രാമായണ വായനയുടെ സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കിയതും തൻ്റെ ഗുരുതുല്യനായ പ്രശസ്ത ഗാഥികൻ B സാംബശിവൻ താൻ രാമായണം വായിക്കണം എന്ന ഉപദേശം നൽകിയതും മുൻ മുഖ്യമന്ത്രി EK നായനാർ രാമായണ പാരായണം നടത്താറുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും കിട്ടിയ അറിവുമൊക്കെയാണ്. വയലാർ രാമവർമ്മയുടെ ഡയറി കുറിപ്പ് ഞാൻ കാണുന്നത്. അതിൽ അദ്ദേഹം 6-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിക്കഴിഞ്ഞിട്ട് നീ നന്നാവുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ അംബാലിക തമ്പുരാട്ടി ഇത്തിരിയില്ലാത്ത രാമവർമ്മയെ രാമായണം വായിക്കാൻ മുറിയിൽ അടച്ചിട്ട് ജനൽ വഴി രാമായണം കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ണീരോടുകൂടെ വായിച്ചു തുടങ്ങിയെങ്കിലും 13-ാമത്തെ വയസ്സിൽ 64 തവണ രാമായണം വായിച്ചു. അതൊരത്ഭുതമാണ്. വായനയുടെ സ്വാധീനം അദ്ദേഹം പിന്നീട് പറയുന്ന ഞാൻ കവിയായി എഴുതാനിരിക്കുമ്പോൾ സുന്ദര പദങ്ങൾ പേനത്തുമ്പിലൂടെ ചാടിച്ചാടി വരുമായിരുന്നു. എന്നെ കവിയാക്കിയത് എൻ്റെ അമ്മയാണ്, രാമായണമാണ്. പിന്നീട് ഞാൻ കേൾക്കുന്നത് ഒരു പ്രസംഗവേദിയിൽ 1000-10,000 നിൽക്കുമ്പോൾ EK നായനാർ മുനിസിപ്പൽ മൈതാനിയിൽ ആലപ്പുഴയിൽ കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവരാ. എടോ നമ്മൾ പാടുകൂടെ, നമ്മൾ വായിക്കൂടോ. അപ്പോൾ ഈ വലിയ മനുഷ്യരെല്ലാം അവരൊക്കെ വലിയവരായത് അതിൻ്റെ പശ്ചാത്തലം രാമായണം തന്നെയാണ്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരെന്നില്ല, കോൺഗ്രസ്സുകാരെന്നില്ല, BJPക്കാരെന്നില്ല, വായനക്കാരുടെ സ്വന്തമാണ് ഈ പുസ്തകം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാമായണ കഥ പറയുവാൻ അവസരം കിട്ടിയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം പകർന്ന അനുഭവമാണെന്നും രമണൻ ഓർക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ രാമായണം പറയാറുണ്ട്, ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരില്ല. ഈ കാഥികരെ കുറിച്ച് വലിയ മതിപ്പില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും, രാഷ്ട്രീയം പറയും, വിലക്കയറ്റം പറയും, ഭരണകൂടത്തിനെതിരായിട്ട് പറയും. അത് ഗുരുവായൂരാണ്, പ്രശ്നമാണ്, ലോകം മുഴുവൻ അറിയും, തരില്ല.
എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. പക്ഷേ ആ വലിയ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ ഉടനടി ഒരു പരിവർത്തനം ഉണ്ടായി. അത് ഭഗവാന്റെ ഇടപെടലായിട്ടാണ് പിന്നീട് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം എൻ്റെ പിന്നാലെ തിരിച്ചു വന്നിട്ട് നിൽക്കൂ എന്നെ വിളിച്ചു. നിൽക്കൂ, ഞാൻ നിന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഒരവസരം കിട്ടിയാൽ എന്തു പറയുമെന്ന്. ഞാൻ പറഞ്ഞ രാമായണ മാസമല്ലേ വരുന്നത്, കർക്കിടകം വരുന്നു, രാമായണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഞാൻ പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരപേക്ഷ വെച്ചോളൂ. അങ്ങനെ ഞാൻ അപേക്ഷ വെച്ചു. വീട്ടിൽ വന്നതിന് ശേഷം അപേക്ഷ എഴുതി. അരമണിക്കൂർ മേൽപ്പത്തൂർ വേദിയിൽ നിറഞ്ഞ സദസ്സിൽ എനിക്ക് അനുഭവം. ഈ കർക്കിടക മാസത്തിൽ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമൊക്കെ നിത്യേന രാമായണ പാരായണം നടക്കുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന തരത്തിൽ എല്ലാ രസങ്ങളും ഉൾക്കൊണ്ട് രാമായണ കഥ പൂർണ്ണമായും അവരുടെ മനസ്സിൽ പതിക്കുവാൻ തൻ്റെ കഥാപ്രസംഗം പ്രയോജനം ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇദ്ദേഹം. അതിന് ക്ഷേത്രങ്ങളുടെയും മറ്റും ഭാരവാഹികൾ മുന്നോട്ട് വരണമെന്നും രാത്രികാലങ്ങളിലെ നിയന്ത്രണങ്ങൾക്ക് പകരം പകൽ സമയം കഥാപ്രസംഗം പോലുള്ള കലകൾ അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകണം എന്ന അഭിപ്രായവും രമണനുണ്ട്. അപ്പോൾ സത്യത്തിൽ 7 മുതൽ 10 വരെ 3 മണിക്കൂർ നേരത്തേക്ക് എന്ത് നടക്കും? പുതിയ പുതിയ കലകൾ വരുന്നു, അത് ഏതെങ്കിലും കയറ്റും. ഇപ്പോൾ കഥാപ്രസംഗം തള്ളിപ്പോകുന്നതിൻ്റെ കാരണങ്ങളിലൊന്നത്. പിന്നെ ആളുകൾ പുരമുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇരുട്ടിക്കഴിഞ്ഞാൽ അവർ തയ്യാറാകുന്നില്ല. മണ്ണിൽ ഇരിക്കുന്ന സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. പണ്ട് അമ്പലപ്പറമ്പിലെ സുന്ദരമായ മണൽ പരപ്പിൽ അങ്ങനെ സുഖമായിട്ടിരുന്ന് പരസ്പരം സംസാരിച്ച് സ്നേഹിച്ചും മുഖാമുഖം ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കലാപരിപാടി ആസ്വദിക്കും. ഇന്ന് ആ ഒരു സംസ്കാരം അമ്പലപ്പറമ്പിലില്ല. ഇന്ന് കസേരയിട്ട് കൊടുക്കണം, രാത്രി ആഹാരം കൂടെ കൊടുത്താൽ കുറേ പേര് വന്നെന്നിരിക്കും. കാലം വളരെ മാറിപ്പോകുന്നു. അപ്പോൾ അതൊരു കാര്യമാണ്. കഥാപ്രസംഗം വെക്കാൻ കമ്മിറ്റിക്കാർക്ക് താല്പര്യമുണ്ട്. ഉച്ചഭാഷിണി ഉപയോഗവുമായി ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഫലമായി കലാപ്രകടനങ്ങൾ ഇല്ലാതാക്കുവാനും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതമാർഗം വഴിമുട്ടിക്കുവാനുമുള്ള സാഹചര്യമാണ് സംജാതമായതെന്നും അല്പം നീരസത്തോടെ ആലപ്പി രമണൻ പറഞ്ഞു. ശ്രമം തീർത്തു വാഴാൻ ആഗ്രഹിച്ചു ജാനകി, സമ്മതിച്ചു രാഘവൻ. ആരമ്യവനഭാഗത്താശ്രമം തീർത്തു വാഴാൻ ആഗ്രഹിച്ചു ജാനകി, സമ്മതിച്ചു രാഘവൻ. വൃക്ഷങ്ങൾ വെട്ടി മേൽക്കൂര കെട്ടി പുൽമേഞ്ഞു ഭംഗിയിൽ മൺഭിത്തിയും വെച്ചുടജം തീർത്തു വൈകാതെ ലക്ഷ്മണൻ.